ഹായ് എവരി വൺ, സോൾട്ട് അനാലിസിസിലെ പാർട്ട് 3 വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പാർട്ട് 1, പാർട്ട് 2 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. പാർട്ട് 1-ൽ സോൾട്ട് അനാലിസിസിലെ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് പ്രിലിമിനറി അനാലിസിസ് പറഞ്ഞു. പാർട്ട് 2-ൽ അനാലിസിസ് ഓഫ് ആനയോൺ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 3 ആനയോണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആദ്യം കാർബണേറ്റ് ഐഡൻറ്റിഫിക്കേഷൻ, കൺഫോർമേഷൻ പറഞ്ഞു. കാർബണേറ്റ് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്തപ്പോൾ ആബ്സെൻ്റ് ആണെങ്കിൽ ദെൻ നമ്മൾ അസറ്റേറ്റ് നോക്കുമെന്ന് പറഞ്ഞു. അസറ്റേറ്റ് പ്രസൻ്റ് ആണെങ്കിൽ കൺഫോർമേഷൻ ചെയ്യും. അതല്ല ആബ്സെൻ്റ് ആണെങ്കിൽ പിന്നെ നമ്മൾ ഏത് ചെയ്യും? ക്ലോറൈഡ് പ്രസൻ്റ് ആണെങ്കിൽ ക്ലോറൈഡിൻ്റെ കൺഫോർമേഷൻ നടത്തും. ഇനി ക്ലോറൈഡും ആബ്സെൻ്റ് ആണ്, കാർബണേറ്റും അസറ്റേറ്റും ക്ലോറൈഡും ആബ്സെൻ്റ് ആണെങ്കിൽ അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് നൈട്രേറ്റ് ആണ്. നൈട്രേറ്റ് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക? ഒരു ടെസ്റ്റ് ട്യൂബിൽ സോൾട്ട് എടുക്കുക, അതിലേക്ക് ഫ്യൂ ഡ്രോപ്സ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുക, എന്നിട്ട് ഹീറ്റ് ചെയ്യുക. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്, കിങ് ഓഫ് കെമിക്കൽസ് ആണ്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് സോൾട്ടിലേക്ക് ഫ്യൂ ഡ്രോപ്സ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഒരു പേപ്പറിൻ്റെ ചെറിയൊരു കഷ്ണം ബോളാക്കിയിട്ട് അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നിറയെ പ്ലെൻറ്റി ഓഫ് ബ്രൗൺ ഫ്യൂംസ് ഇവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പിക്ചറിൽ കാണുന്നുണ്ടല്ലോ, അങ്ങനെ ബ്രൗൺ ഫ്യൂംസ് ഇവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൂടെ മനസ്സിലാക്കേണ്ടത് അതിൽ നൈട്രേറ്റ് ഐഡൻറ്റിഫൈഡ് ആണ്. നൈട്രേറ്റ് ഐഡൻറ്റിഫൈഡ് ആയിക്കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ കൺഫർമേഷൻ നടത്തുക, നൈട്രേറ്റിൻ്റെ കൺഫർമേഷൻ ടെസ്റ്റ് നടത്തുക. നൈട്രേറ്റിൻ്റെ കൺഫർമേഷൻ ടെസ്റ്റിന് പറയുന്ന പേരാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ബ്രൗൺ റിംഗ് ടെസ്റ്റ്. എന്താണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്? ഒരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് സോൾട്ട് എടുക്കുക, എന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കുക, അതായത് സോൾട്ടിലേക്ക് വാട്ടർ ആഡ് ചെയ്യുക. അതിനെയാണ് സോൾട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതേ വോള്യത്തിൽ ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുക. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുക. സോൾട്ട് സൊല്യൂഷനും ഈക്വൽ വോള്യം ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷനും കൂടി എടുത്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് ആ സൊല്യൂഷനിലേക്ക് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഈസ് ആഡഡ് അലോങ് ദി സൈഡ് ഓഫ് ദി ടെസ്റ്റ് ട്യൂബ്. ആ ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിലൂടെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ ഒബ്സർവേഷൻ നമുക്ക് കിട്ടുന്നത്, നിങ്ങൾ പിക്ചറിൽ കാണുന്നുണ്ടല്ലോ, ഒരു ബ്രൗൺ കളർ റിങ് ലിക്വിഡ് ജംഗ്ഷനിൽ കാണപ്പെടുന്നു. അങ്ങനെ കാണപ്പെട്ടാൽ അതിൻ്റെ അർത്ഥം അതിൽ നൈട്രേറ്റ് കൺഫേംഡ് ആണ്. ഓക്കെ, ഇനി നൈട്രേറ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ നിങ്ങൾ ചെയ്തപ്പോൾ ആബ്സെൻ്റ് ആണെങ്കിൽ, അതായത് ബ്രൗൺ ഫ്യൂംസ് അതിൽ നിന്ന് വന്നില്ല എന്നുണ്ടെങ്കിൽ, നോ ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻ ആണെങ്കിൽ നിങ്ങൾ നേരെ എന്താ ചെയ്യേണ്ടത്? അടുത്ത ആനയോണിനെ ചെയ്യണം, അല്ലാതെ കൺഫർമേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത ആനയോണാണ് സൾഫേറ്റ്, ലാസ്റ്റ് ആനയോണാണ്. ഓക്കെ, ഇപ്പോൾ സൾഫേറ്റ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റത്തെ ആനയോണാണ് അല്ലേ? കാർബണേറ്റും അസറ്റേറ്റും ക്ലോറൈഡും നൈട്രേറ്റും ആബ്സെൻ്റ് ആയ ആളാണ് ഏത് ചെയ്യുക? സൾഫേറ്റ് ചെയ്യുക. എങ്ങനെയാണ് സൾഫേറ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യുന്നത്? സോൾട്ട് സൊല്യൂഷനിലേക്ക് ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. അപ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായിരിക്കും. ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റിലേക്ക് ഡൈലൂട്ട് HCl ആഡ് ചെയ്യുമ്പോൾ ഇൻസോളിബിൾ ആയിരിക്കും. സെയിം ടെസ്റ്റാണ് നമ്മൾ കാർബണേറ്റിൻ്റെ കൺഫർമേറ്ററിയിൽ ചെയ്തത്. പക്ഷേ ഡിഫറൻസ് ഉണ്ട്. എവിടെയാണ് ഡിഫറൻസ്? ഒബ്സർവേഷനിൽ. എന്താ ഡിഫറൻസ്? അവിടെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് സോളിബിൾ ഇൻ ഡൈലൂട്ട് HCl ആയിരുന്നു, ശരിക്കും മനസ്സിലാക്കണം. എന്നാൽ സൾഫേറ്റിൻ്റെ കേസിൽ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഇൻസോളിബിൾ ഇൻ ഡൈലൂട്ട് HCl. അങ്ങനെ വന്നാൽ സൾഫേറ്റ് ഐഡൻറ്റിഫൈഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യും. ആരുടെ? സൾഫേറ്റിൻ്റെ. എന്താണ് സൾഫേറ്റിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ്? സോൾട്ട് സൊല്യൂഷനിലേക്ക് ലെഡ് അസറ്റേറ്റും അസറ്റിക് ആസിഡും ആഡ് ചെയ്യുക. അപ്പം വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും. നിങ്ങൾ പിക്ചറിൽ കാണുന്നുണ്ടല്ലോ, നല്ല വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും, വിച്ച് ഈസ് ഡിസോൾവ്ഡ് ഇൻ അമോണിയം അസറ്റേറ്റ് സൊല്യൂഷൻ. ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റിലേക്ക് അമോണിയം അസറ്റേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്താവും? ഡിസോൾവ് ആവും. അങ്ങനെയാണെങ്കിൽ സൾഫേറ്റ് കൺഫേംഡ് ആണ്. ഓക്കെ, ഇത്രയാണ്
അനാലിസിസ് ഓഫ് ആനയോൺസിൽ നിങ്ങൾ പഠിക്കേണ്ടത് 5 ആനയോൺസ്, അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷനും കൺഫർമേഷനും കൃത്യമായി നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാറ്റയോണിൻ്റെ അനാലിസിസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.